എറണാകുളം പനങ്ങാട് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തിയ 2 യുവാക്കളൊടുവിൽ പോലീസിന്റെ പിടിയിലായി. മോഷ്ടിച്ച ബൈക്കിൽ വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ചായിരുന്നു ഇവരുടെ സഞ്ചാരം. ഒട്ടേറെ CCTV ക്യാമറകൾ പരിശോധിച്ചാണ് മോഷ്ടാക്കളിലേക്ക് എത്തിയത്. ഏകദേശം 1.5 ആഴ്ചയോളമായി എറണാകുളം പനങ്ങാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒട്ടേറെ അമ്പലങ്ങൾ കേന്ദ്രീകരിച്ച് കറങ്ങുകയായിരുന്നു 2 അംഗ സംഘം. പിടിയിലായ ഇരുവരും പനങ്ങാട് സ്വദേശികൾ തന്നെയാണ്. പനങ്ങാട് പണ്ടേക്കാട്ട് ഡാർവിൻ 23, മാനാട്ടിൽ ശ്യാമപ്രസാദ് 18 എന്നിവരാണ് പനങ്ങാട് പോലീസിന്റെ പിടിയിലായത്. രാത്രി സമയത്ത് ബൈക്കിൽ ചുറ്റിക്കിറങ്ങിയായിരുന്നു ഇരുവരുടെയും മോഷണം. ക്ഷേത്രങ്ങളിലെ പൂട്ട് തകർത്ത് പ്രവേശിച്ച് ഭണ്ഡാരം, കിണ്ടികൾ, വിളക്കുകൾ, വിലപിടിപ്പുള്ള ഓട്ടുപാത്രങ്ങൾ എന്നിവ മോഷ്ടിച്ച് കടത്തുന്നതായിരുന്നു ഇരുവരുടെയും പതിവ്. മോഷ്ടിച്ച ബൈക്കിലായിരുന്നു ഇരുവരുടെയും രാത്രി സഞ്ചാരം. ഉപയോഗിച്ചിരുന്നത് വ്യാജ നമ്പർ പ്ലേറ്റും. അതുകൊണ്ട് തന്നെ ഇവരെ പിടികൂടുകയെന്നത് ദുഷ്കരമായിരുന്നു. ഒട്ടേറെ CCTVകൾ പരിശോധിച്ചാണ് പ്രതികളിലേക്ക് പോലീസ് എത്തിയത്. ചാലക്കുടി ഭാഗത്തു നിന്ന് മോഷ്ടിച്ച ബൈക്കിലാണ് ഇവർ പനങ്ങാട് മോഷണങ്ങൾക്ക് വേണ്ടി എത്തിയതെന്ന് പോലീസ് പറഞ്ഞു. പനങ്ങാട് കോതേശ്വരം ശിവക്ഷേത്രം, പാട്ടുപറമ്പിൽ മഹാദേവ ക്ഷേത്രം, നെട്ടൂർ കല്ലാത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തുടങ്ങിയിടങ്ങളിൽ മോഷണം നടത്തിയ ഇവർ മോഷണ സാമഗ്രികൾ ചോറ്റാനിക്കരയിലെ ആക്രിക്കടയിൽ വിൽക്കുകയാണ് ചെയ്തിരുന്നത്. മോഷണ വസ്തുക്കൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. 1-ാം പ്രതി ഡാർവിനെതിരെ പോക്സോ, ഭവനഭേദനം ഉൾപ്പെടെ നിരവധി കേസുകളുണ്ട്. മോഷ്ടാക്കളെ പിടികൂടാൻ പനങ്ങാട് CI BV വിമലിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു. SI മാരായ മുനീർ, മുഹമ്മദ് മുബാറക് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.